Hello, welcome back to the video. This is class 3 of Unit 1, Block 1, Indian Writings in English. കഴിഞ്ഞ ക്ലാസ്സിൽ നെഹ്റുവിയൻ സോഷ്യലിസം വരെയാണ് നമ്മൾ പഠിച്ചത്. എന്തൊക്കെ സംഭാവനകളാണ് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നെഹ്റു എന്ന ചരിത്ര പുരുഷൻ ഇന്ത്യൻ റൈറ്റിംഗ്സ് ഇൻ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഭാഗമാകുന്നത്. അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവിനപ്പുറം ഒരു എഴുത്തുകാരനും കൂടിയായിരുന്നു നമ്മൾ മനസ്സിലാക്കി. ഇന്ന് നമ്മൾ പാർട്ടീഷൻ ലിറ്ററേച്ചർ മുതൽ പഠിക്കുകയാണ്. പാർട്ടീഷൻ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ വിഭജന സാഹിത്യം എന്ന് പറയാം, വിഭജന കാലത്തുണ്ടായ സാഹിത്യം എന്ന് പറയാം. ഇൻഡോ പാക് വിഭജനമാണ് ഇവിടുത്തെ പ്രമേയം, സബ്ജക്റ്റ് മാറ്റർ. അപ്പോൾ ഇൻഡോ പാക് വിഭജനത്തിൻ്റെ വേദനകൾ, ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള വലിയ കഷ്ടതകൾ, ആ വിഭജനം എന്ന് പറയുന്നത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യം അടർന്നു പോകുമ്പോഴുള്ള ഒരു രാഷ്ട്രീയ വിഭജനമായിരുന്നു. എന്നാൽ അതിനപ്പുറത്തേക്ക് അത് ഒരുപാട് മനസ്സുകളെ മുറിപ്പെടുത്തി ഒരുപാട് ജീവിതങ്ങളെ ഇല്ലാതാക്കിയ ഒരു സംഭവം കൂടിയായിരുന്നു. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലെ നിരവധി പ്രദേശങ്ങൾ ഇതിന് സാക്ഷികളായിട്ടുണ്ട്. ഈ സംഭവത്തിന് സാക്ഷികളാണ് ആ നാട്ടിലെ ജനങ്ങളും അവരുടെ തലമുറകൾ പോലും ഈ സംഭവം ഓർത്തിരിക്കുകയും ഇതിൻ്റെ വേദനകൾ ഇന്നും മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ടുണ്ടായ ഒരുപാട് സാമൂഹ്യ മാറ്റങ്ങളും ജീവിത സാഹചര്യങ്ങളിലെ മാറ്റങ്ങളും ഒക്കെ ഇന്നും ഒരുപക്ഷെ ചിന്തിക്കുന്നവരായിരിക്കും അവർ. ഒരുപക്ഷെ സൗത്ത് ഇന്ത്യയിൽ ഇതത്ര നമുക്ക് അനുഭവവേദ്യമായി തീർന്നിരിക്കുകയില്ല എങ്കിലും നോർത്ത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ നമുക്ക് ഈ വിഭജനത്തിൻ്റെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ഇന്നും അവിടെ ജനങ്ങളുടെ ഓർമ്മയിലുള്ളതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ പാർട്ടീഷൻ സാഹിത്യം എന്ന് പറയുന്നത്. The formation of Pakistan in 1947 by dividing India into two, which led to massive migration, riots and killings, was the first traumatic event post-independence in India. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ ഉണ്ടായ വലിയ ഒരു കുടിയേറ്റം, റയട്ട്സ്, വർഗീയ മതപരമായ ഉണ്ടായ കൊലപാതകങ്ങൾ, കില്ലിങ്സ്. അങ്ങനെ 1947 പാകിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെ ഫോർമേഷൻ, ഇന്ത്യ രണ്ടായി വിഭജിച്ചു. ലാക്സ് ഓഫ് പീപ്പിൾ വേ കിൽഡ്, ലക്ഷങ്ങളാണെന്ന് കൊല്ലപ്പെട്ടത്, ലക്ഷക്കണക്കിന് മനുഷ്യരാണ് കൊല്ലപ്പെട്ടത്. ആൻഡ് മില്യൺസ് ബിക്കെയിം റെഫ്യൂജീസ്, ദശലക്ഷക്കണക്കിന് മനുഷ്യർ അന്ന് റെഫ്യൂജീസ് ആയിട്ട് മാറി, അഭയാർത്ഥികളായിട്ട് മാറി. മില്യൺസ് ഓഫ് പീപ്പിൾ വേ അഫക്റ്റഡ് ഇൻ ഡിഫറെൻറ്റ് വേയ്സ് ബേസ്ഡ് ഓൺ ദെയർ ക്ലാസ്, കാസ്റ്റ്, ജെൻഡർ ആൻഡ് ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ. നിരവധി പേര് അവരുടെ ഭൂമിശാസ്ത്രപരമായ പ്രദേശങ്ങൾ, ക്ലാസിൻ്റെ പേരിൽ, കാസ്റ്റിൻ്റെ പേരിൽ, ക്ലാസ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ സാമ്പത്തികമായ വിഭജനത്തിനെയാണ് പറയുന്നത്, സാമ്പത്തികമായ തട്ടുകളെയാണ്. അപ്പർ ക്ലാസ്, മിഡിൽ ക്ലാസ്, ലോവർ ക്ലാസ്. അപ്പോൾ സമ്പത്തിൻ്റെ വിതരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ വേർതിരിക്കുന്നതിനാണ് ക്ലാസ് എന്ന് പറയുന്നത്. ക്ലാസ് ഇസ് ഫോംഡ് ബേസ്ഡ് ഓൺ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ഇൻ സൊസൈറ്റി. അതുപോലെ കാസ്റ്റ്, കാസ്റ്റ് മീൻസ് ഡിവിഷൻ ഇൻ സൊസൈറ്റി ബേസ്ഡ് ഓൺ ബർത്ത് ആൻഡ് ക്ലാൻ ഓഫ് എൻ ഇൻഡിവിജ്വൽ. ഏത് ഗ്രൂപ്പിൽ ജനിക്കുന്നു, ഏത് കൂട്ടത്തിൽ ജനിക്കുന്നു, ഏത് കമ്മ്യൂണിറ്റിയിൽ ജനിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള, ജനനത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വേർതിരിവാണ് കാസ്റ്റ്. അപ്പോൾ ക്ലാസ് ചിലപ്പോൾ നമുക്ക് വലിയ പൈസയൊക്കെ ഉണ്ടായ അപ്പർ ക്ലാസ് ആവാൻ പറ്റുമായിരിക്കും, അപ്പർ ക്ലാസ്സിലുള്ളവർക്ക് പൈസ നഷ്ടപ്പെട്ട ലോവർ ക്ലാസ് ആകുമായിരിക്കും, അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ആകുമായിരിക്കും, തിരിച്ച് മിഡിൽ ക്ലാസ്സുകാരന് രണ്ട് ക്ലാസ്സിലേക്ക് പോകാനൊക്കെ പറ്റുമായിരിക്കാം. ഇതിനിടയിൽ തന്നെ നിരവധി സബ് ക്ലാസ്സുകളൊക്കെ നമുക്കുണ്ടാകും. പക്ഷെ കാസ്റ്റ് എന്ന് പറയുന്ന വ്യവസ്ഥിതിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുകയില്ല. കാരണം അതുള്ള ഒരു സ്ഥലത്ത്, കാസ്റ്റ് വ്യവസ്ഥ നിലനിൽക്കുന്ന സ്ഥലത്ത് ഒരു വ്യക്തിയുടെ ജന്മം കൊണ്ട് അവൻ മുദ്ര കുത്തപ്പെടുകയാണ്. അപ്പം ഇങ്ങനെ നിരവധി ബേസിൽ, ജെൻഡർ, അതായത് സ്ത്രീ പുരുഷ വ്യത്യാസം, ഒരുപാട് മേഖലയിൽ ജനങ്ങൾ അഫക്റ്റഡായി. സ്ത്രീകൾ അഫക്റ്റഡായി, പുരുഷന്മാർ അഫക്റ്റഡായി, ക്ലാസിൻ്റെ പേരിൽ, കാസ്റ്റിൻ്റെ പേരിൽ എന്ന് വേണ്ട നിരവധി ദശലക്ഷക്കണക്കിന് മനുഷ്യർ സ്വാധീനിക്കപ്പെട്ടു ഈ ഡിവിഷൻ, ഇൻഡോ പാക് വിഭജനം. ദ മെമ്മറി ആൻഡ് ട്രോമ of partition are still alive in the minds of the people affected by it in different ways. നിരവധി രീതികളിൽ, ഡിഫറെൻറ്റ് വേയ്സിൽ അന്നത്തെ ആ വിഭജനത്തിൻ്റെ വേദനയും അതിൻ്റെ ഓർമ്മകൾ ഇന്നും
ആ ജനങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു. വിച്ച് കുഡ് നോട്ട് ബി കണ്ടെയ്ൻഡ് ഇൻ ദ ഗവൺമെൻറ് റെക്കോർഡ്സ്. ഗവൺമെൻറ്റിൻ്റെ റെക്കോർഡുകൾ, രേഖകളിൽ ഒതുക്കി നിർത്താൻ ഈ ഓർമ്മകൾക്ക് സാധ്യമല്ല, ഈ ഓർമ്മകളെ സാധ്യമല്ല. ആ റെക്കോർഡുകളിൽ ഒതുക്കി നിർത്താൻ പറ്റാത്തത്രയും ഓർമ്മകളും വേദനകളും ഇന്നും ജനങ്ങളുടെ മനസ്സുകളിലുണ്ട്. Partition has become a theme in Indian writings in English across the years. Eventually, these texts were categorized under the label partition literature. ഈ വിഭജനം, ഇൻഡോ പാക് വിഭജനം നിരവധി വർഷങ്ങളായി ഇന്ത്യൻ എഴുത്തുകാർ ഉന്നയിക്കുന്ന വിഷയമാണ്. അവരുടെ രചനകളിലെ, നോവലുകളിലെ വീണ്ടും വീണ്ടും ഉയർന്നു വരുന്ന ഒരു വിഷയമാണ്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള എഴുത്തുകാരുടെ രചനകളിൽ. അപ്പോൾ ഈ പാർട്ടിഷനും അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളും സ്വാധീനിച്ച തലമുറയിൽപ്പെട്ടവരുടെ അനന്തര തലമുറകളും ഈവൻ അതേ തലമുറയിലുള്ള ആൾക്കാരും ഒരുപാട് ഈ വിഷയത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഒരുപാട് പുസ്തകങ്ങൾ വരുമ്പോൾ അതിനെ ഒരു സ്വതന്ത്രമായ ഒരു കാറ്റഗറി ആയിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടി ആരംഭിച്ചു. ആ കാറ്റഗറിയുടെ പേരാണ് പാർട്ടീഷൻ ലിറ്ററേച്ചർ. പാർട്ടീഷൻ ലിറ്ററേച്ചർ ഇൻക്ലൂഡ്സ് ബോത്ത് ഫിക്ഷൻ ആൻഡ് നോൺ ഫിക്ഷൻ. സാങ്കല്പിക കഥകൾ അല്ലെങ്കിൽ നോവലുകൾ പോലുള്ള കഥകളും ഉണ്ട്, നോൺ ഫിക്ഷനും ഉണ്ട്, ലേഖനങ്ങൾ പോലുള്ള നോൺ ഫിക്ഷൻ എസ്സേസും ഈ പാർട്ടീഷൻ ലിറ്ററേച്ചറിൻ്റെ ഭാഗമാണെന്ന് പറയാം. അല്ലാതെ നോവൽ മാത്രമോ അല്ലെങ്കിൽ നോൺ ഫിക്ഷൻ മാത്രമോ അല്ല, രണ്ടും ഉണ്ട്. ആൻഡ് എയിംസ് അറ്റ് exploring and chronicling the trauma, memory and after effects of partition. പാർട്ടീഷൻ്റെ ട്രോമ, അതിൻ്റെ വേദന, അതിൻ്റെ ഓർമ്മകൾ, അതിൻ്റെ അനന്തരഫലങ്ങൾ എല്ലാം ഈ കൃതികൾ അനലൈസ് ചെയ്യുന്നു, അന്വേഷിക്കുന്നു, എക്സ്പ്ലോർ ചെയ്യുന്നു, അന്വേഷിക്കുന്നു. Some of the well-known works that dealt with partition were novels like A Bend in the Ganges by Manohar Malgonkar, Train to Pakistan by Khushwant Singh, The Dark Dancer by Balachandra Rajan, The Restaurant and Sunlight in a Broken Column by Ataya Hussain, Open It or Koldo by Sadat Hassan Manto, and The Biological Jaiba by Narendranath Mitra were works of fiction that dealt with women's experiences. Open It അതുപോലെ തന്നെ ദ ബയോളജിക്കൽ എന്നിവ സ്ത്രീപക്ഷ രചനകളുമായിരുന്നു. ഈ അനുഭവത്തിൻ്റെ, അതായത് പാർട്ടീഷൻ എന്ന അനുഭവത്തിൽ സ്ത്രീകൾ അനുഭവിച്ച വിഷയത്തെക്കുറിച്ചുള്ള കൃതികളായിരുന്നു. അതുവരെ ബെൻഡ് ഇൻ ദ ഗാഞ്ചസ്, ട്രെയിൻ ടു പാകിസ്ഥാൻ, ഇതൊക്കെ പൊതുവിലുള്ള നോവലുകളും മറ്റു കൃതികളുമാണ്. ഖുശ്വന്ത് സിംഗിൻ്റെ ട്രെയിൻ ടു പാകിസ്ഥാൻ വളരെ റിനൗണ്ട് ആയിട്ടുള്ള ഒരു രചന കൂടിയായിരുന്നു. അപ്പോൾ ഈ രചനകളുടെ പേരുകൾ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. ഈ കൃതികളൊക്കെ തന്നെ പാർട്ടീഷൻ ലിറ്ററേച്ചറിൽ ഉൾപ്പെടുന്ന കൃതികളാണ്. പാർട്ടീഷൻ ലിറ്ററേച്ചറിൻ്റെ ഉദാഹരണം പറയാൻ പറഞ്ഞാൽ ഈ കൃതികൾ തീർച്ചയായിട്ടും നിങ്ങൾ എഴുതുക. മെയിൽ റൈറ്റേഴ്സ് ഡോമിനേറ്റഡ് പാർട്ടീഷൻ ലിറ്ററേച്ചർ. പുരുഷന്മാരായ എഴുത്തുകാരാണ് പാർട്ടീഷൻ ലിറ്ററേച്ചറിൽ പ്രധാനമായിട്ട് തിളങ്ങി നിന്നത് എന്ന് പറയാം. പ്രത്യേകിച്ച് അൺടിൽ ദ 1990s, 90-കൾ വരെയെങ്കിലും, 1990-കൾ വരെ പുരുഷന്മാരായ എഴുത്തുകാരാണ് ഈ മേഖലയിൽ തിളങ്ങി നിന്നത്. സ്പീക്കിംഗ് ഫോർ ദംസെൽവ്സ്, പാർട്ടീഷൻ ഹിസ്റ്ററി, വിമൻസ് ഹിസ്റ്ററി by Rita Menon and Kamala Bhasin tries to bring the women's voice of the trauma. സ്പീക്കിംഗ് ഫോർ ദംസെൽവ്സ്, പാർട്ടീഷൻ ഹിസ്റ്ററി, വിമൻസ് ഹിസ്റ്ററി എന്ന പുസ്തകത്തിലൂടെ റീറ്റ മേനോനും കമല ഭാസിനും സ്ത്രീകളുടെ ശബ്ദങ്ങളെ വെളിച്ചത്ത് കൊണ്ടുവരുന്നു. അതായത് പാർട്ടീഷൻ സമയത്തുള്ള സ്ത്രീ അനുഭവങ്ങളെ അവർ നമുക്ക് മുന്നിലെത്തിക്കുന്നു. അതുവരെ പുരുഷന്മാരാണ് എഴുത്തുകാരായി മുന്നിൽ നിന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പുരുഷ എഴുത്തുകാരാകുമ്പോൾ അവരുടെ എഴുത്തിൻ്റെ അനുഭവങ്ങളിൽ പുരുഷ കഥാപാത്രങ്ങൾക്കായിരിക്കുമല്ലോ, അല്ലെങ്കിൽ പുരുഷ കഥാപാത്രങ്ങളുടെ മാനസികാവസ്ഥകൾക്കായിരിക്കുമല്ലോ പ്രാധാന്യം കിട്ടുക. സ്ത്രീ എന്ന രീതിയിൽ ഒരു സ്ത്രീപക്ഷ രചന എന്ന രീതിയിൽ നമുക്ക് പൂർണ്ണമായും ഒരു പുരുഷൻ എഴുതുന്ന സാഹിത്യത്തെ എങ്ങനെ വ്യാഖ്യാനിക്കും എന്നുള്ള ഒരു ചോദ്യം അവിടെ നിൽക്കുന്നത് കൊണ്ട് അപ്പോൾ പുരുഷന്മാരാണ് കൂടുതൽ എഴുത്തുകാരായി വന്നിരുന്നത് പാർട്ടീഷൻ ലിറ്ററേച്ചറിൽ. എന്നാൽ 90-കൾക്ക് ശേഷം 98-ൽ പ്രസിദ്ധീകൃതമായ ഈ പുസ്തകത്തിൽ സ്പീക്കിംഗ് ഫോർ ദംസെൽവ്സിൽ സ്ത്രീപക്ഷ സൗണ്ട്, സ്ത്രീകളുടെ ശബ്ദം നമ്മൾ കേൾക്കുകയാണ്, സ്ത്രീകളുടെ സൗണ്ട് കേൾക്കുകയാണ് ആദ്യമായിട്ട് എന്ന് പറയാം. പിന്നെ ദ റിവർ ചേർണിംഗ് 1968 novel by Jyotirmayi Devi. Today I invoke Waris Shah, a poem by Amrita Pritham. Ice Candy Man 1992, a novel by Bapsi Sidhwa.
ഇവയൊക്കെ തന്നെ ഈ സ്ത്രീകളുടെ ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കുന്ന കൃതികളാണ്. എ ഗുജറാത്ത് ഹിയർ, എ ഗുജറാത്ത് ദേർ, എ നോവൽ ബൈ കൃഷ്ണ സോപ്തി, then River of Fire and Fireflies in the Mist by Coratullain Hyder, and A Life Long Ago, a post-partition memoir by Sunanda Sikdar are some of the works by women with partition as a major theme. ഈ രചനകളിലൊക്കെ പാർട്ടീഷൻ ആണ് മേജർ തീം. ഇത് സ്ത്രീകളാൽ എഴുതപ്പെട്ട രചനകളുടെ ഉദാഹരണങ്ങളാണ്. പ്രത്യേകം ആ വർക്ക്സിൻ്റെ പേര്, ഈ വർക്ക്സിൻ്റെ ഒക്കെ പേര് അണ്ടർലൈൻ ചെയ്ത് ഓർമ്മിച്ചു വെക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഉദാഹരണമായിട്ട് നമ്മൾ പരീക്ഷയ്ക്ക് ഇത് എഴുതേണ്ടി വരും. Urvashi Bhutalia worked towards the archiving of the voices of women, children and Dalits who were affected by partition. Underline ചെയ്യുക. ഉർവശി ഭുട്ടാലിയ എന്ന ഒരു റിസർച്ചർ, അവർ ഈ സ്ത്രീകളുടെയും കുട്ടികളുടെയും പ്രത്യേകിച്ച് ദളിതുകളുടെയും ഒക്കെ, ദളിത് വിഭാഗത്തിൽപ്പെട്ടവരുടെയും ഒക്കെ ശബ്ദങ്ങളെ ഒന്ന് ആർക്കൈവ് ചെയ്തു വയ്ക്കുക, അതായത് റെക്കോർഡിക്കലായി അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചവരാണ്. പാർട്ടീഷൻ കാലഘട്ടത്തിൽ സ്ത്രീകൾ അനുഭവിച്ച പ്രശ്നങ്ങൾ, കുട്ടികൾ അനുഭവിച്ച പ്രശ്നങ്ങൾ, അതിനെ കൃത്യമായി ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്ത് രേഖകളാക്കി ഒരു ആർക്കൈവിംഗ് എന്ന് പറഞ്ഞ ഒരു ആർക്കൈവിലേക്ക് സേവ് ചെയ്ത് വെക്കുന്ന രീതിയിൽ ഒരു ഡോക്യുമെൻറ്റുകളെ സുരക്ഷിതമായി കളക്ട് ചെയ്ത് വെക്കുന്ന പ്രവൃത്തി. ഒരു ഇന്ത്യൻ റൈറ്ററാണ്, പബ്ലിഷറാണ് ഉർവശി ഭൂട്ടാലിയ. ഇന്ത്യൻ ഫെമിനിസ്റ്റ് റൈറ്റർ, പബ്ലിഷർ ആൻഡ് ആക്ടിവിസ്റ്റ്. ഉർവശി ഭൂട്ടാലിയുടെ രചനകളൊക്കെ വളരെയധികം വായിക്കപ്പെടുന്ന രചനകളാണ്. ദി അതർ സൈഡ് ഓഫ് സൈലൻസ് അവരുടെ ഒരു കൃതിയാണ്. ഈ ഉർവശി ഭൂട്ടാലിയുടെ രചനകളിൽ നമുക്ക് ഈ പാർട്ടീഷൻ്റെ വിഷയങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. അടുത്താണ് എമർജൻസി. വളരെ പ്രധാനപ്പെട്ട കോൺട്രവേഴ്ഷ്യലായ ഒരു പൊളിറ്റിക്കൽ സിനാരിയോ ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് ശേഷമുണ്ടായ വളരെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യമായിരുന്നു എമർജൻസി. അതെങ്ങനെ സ്വാധീനിക്കുന്നുണ്ട്, എങ്ങനെയാണ് അതിൻ്റെ സ്വാധീനം വരുന്നത് ഇന്ത്യൻ റൈറ്റിംഗ്സ് ഇൻ ഇംഗ്ലീഷിൽ. The emergency period is considered one of the most controversial times in the political history of post-independent India. On June 25, 1975, Fakhruddin Ali Ahmad, the then President of India, declared emergency rule in India. It lasted till 1977. അന്നത്തെ പ്രസിഡൻ്റാണത് ഒഫീഷ്യലി അനൗൺസ് ചെയ്യുന്നത് എമർജൻസി എന്നുള്ള ആ ഒരു സാഹചര്യം. 1975 ജൂൺ 25-നാണത്. അണ്ടർലൈൻ ചെയ്യുക. എൻഡ് ചെയ്യുന്നത് 1977-ലാണ്. 25 ജൂൺ 1975 തുടങ്ങി 1977 വരെ തുടരുന്നു. Many political leaders, journalists and students were arrested and jailed for opposing it, and some organizations were banned. Civil liberties were suspended, which created an atmosphere of fear. Indira Gandhi, the then Prime Minister of India, was considered the force behind this decision. ഫഖ്രുദ്ദീൻ അലി അഹമ്മദാണ് എമർജൻസി അനൗൺസ് ചെയ്യുന്ന പ്രസിഡന്റ്. പക്ഷേ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ആ സമയത്തെ പ്രൈം മിനിസ്റ്ററാണ് ഇതിൻ്റെ പിന്നിൽ, ഇതിൻ്റെ ശക്തി കേന്ദ്രമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അപ്പോൾ അന്ന് ജനങ്ങളുടെ മൗലിക അവകാശങ്ങളൊക്കെ സസ്പെൻഡ് ചെയ്യുന്നു, ഒരുപാട് പേര് അറസ്റ്റിലാകുന്നു, ഒരു ഭീതിജനകമായ അന്തരീക്ഷം രാജ്യത്ത് സൃഷ്ടിക്കപ്പെടുകയാണ്. Many writers and journalists wrote about a time when democracy was briefly withheld. അതായത് നമ്മളിന്ന് അറിയുന്ന, നമ്മൾ അനുഭവിക്കുന്ന ജനാധിപത്യത്തിൻ്റെതായ യാതൊരുവിധ സൗകര്യങ്ങളും സംരക്ഷണവും ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു അത്. ജനാധിപത്യം തന്നെ കുറച്ച് നാളത്തേക്ക് സസ്പെൻഡ് ചെയ്യപ്പെട്ട കാലഘട്ടം. നമുക്കറിയാം, കോവിഡ് കാലഘട്ടം ഒരു ഓൾമോസ്റ്റ് എമർജൻസിയെ റിമൈൻഡ് ചെയ്യിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഒരു പ്രത്യേക കാരണത്താൽ നമ്മളൊക്കെ വീടുകളിൽ കഴിഞ്ഞ കാലഘട്ടമായിരുന്നു കോവിഡ് കാലഘട്ടം. നമ്മുടെ ഈ തലമുറയ്ക്ക് എമർജൻസിയെക്കുറിച്ച് അതിൻ്റെ ഫീലിംഗ് എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ ഈ കോവിഡിൻ്റെ ലോക്ക്ഡൗൺ ആലോചിച്ചാൽ മതി. സമാനമായൊരു സാഹചര്യം, വീട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയാൽ പോലീസ് പിടിക്കും എന്നുള്ളൊരു സാഹചര്യം. അതുപോലെ അല്ലെങ്കിൽ അതിനപ്പുറം ഈ കോവിഡ് സമയം എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി സിവിയർ ആയിരുന്നു. എമർജൻസി കാലഘട്ടത്തിൽ വെറുതെ വീട്ടിൻ്റെ പുറത്തിറങ്ങിയ പോലീസ് പിടിക്കില്ല. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയോ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഗവൺമെൻറ്റിനെതിരായി സംസാരിക്കുകയോ ചെയ്യുമ്പോഴാണ് പോലീസ് പിടിക്കുക. അത്തരത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരെയാണ് അറസ്റ്റ് ചെയ്യുക. അതും ഗവൺമെൻറ്റിനെതിരായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരെ മാത്രം. അല്ലാതെ രാഷ്ട്രീയ പ്രവർത്തകർ അവിടെ സുഖമായി ജീവിച്ചിരുന്നു. എന്നാൽ കോവിഡ് സമയത്ത് നമുക്കറിയാം,
വീട്ടിൻ്റെ പുറത്തിറങ്ങിയാൽ പോലീസ് പിടിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. എൻ്റെ ഭവനത്തിൻ്റെ തൊട്ടടുത്ത് ഒരു പഞ്ചായത്ത് റോഡുണ്ട്. ആ റോഡിലൂടെ ആ സമയത്ത് ഞങ്ങൾ ഈ കോവിഡ് സമയത്ത് വീട്ടിൽ തന്നെ ഇരുന്ന് ബുദ്ധിമുട്ടുന്ന സമയത്ത് ജസ്റ്റ് വൈകുന്നേരങ്ങളിൽ ഒരു ഈവനിങ് വാക്കിന് വേണ്ടി ഇറങ്ങിയതായിരുന്നു. ആ സമയത്ത് അവിടെ തിരക്കില്ല, പഞ്ചായത്ത് റോഡാണ്. ആ സമയത്ത് വാഹനങ്ങൾ ഓടുന്നില്ല, തിരക്കില്ല, ആരുമില്ല, ഞങ്ങൾ മാത്രം. അപ്പം നമ്മൾ മാത്രം വീടിൻ്റെ തൊട്ടടുത്ത് എന്ന് പറയും, വീട്ടിൽ നിന്ന് അത്രയും മീറ്റർ, 2-3 മീറ്റർ അപ്പുറത്താണ് ഈ റോഡുള്ളത്. അപ്പോൾ വീടിൻ്റെ പുറത്ത് തന്നെയാണ് എന്ന് പറയാം. ആ സമയത്ത് അത്തരത്തിലൊരു നിയമമായിരുന്നില്ല വന്നിരുന്നത്. ഈ റോഡിലൂടെ വീടിൻ്റെ തൊട്ടടുത്ത് നടന്ന നമ്മളെ ആ സമയം അതിലേ വന്ന ഒരു പോലീസ് ജീപ്പ് നിർത്തിപ്പിക്കുകയും നമ്മളിൽ നിന്ന് 200 രൂപ എന്ന് ഫൈൻ ഈടാക്കുകയും ചെയ്തത് ഓർക്കുകയാണ്. അപ്പോൾ അതിനുശേഷം നമുക്കറിയാം ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ വീണ്ടും പുനരാരംഭിക്കുന്നു. ലോകം പുതിയ അവസ്ഥയിലേക്ക് മാറുന്നു. നമ്മളൊക്കെ ക്രമേണ കോവിഡിൻ്റെ ലോക്ക്ഡൗണിൽ പുറത്തു വരുന്നു. പ്രവർത്തനങ്ങളെല്ലാം നോർമലാകുന്നു. ലോകത്തിൻ്റെ പ്രവർത്തനം പഴയ രീതിയിലാകുന്നു. പോയ 200 രൂപ പോയ വഴിക്ക് പോയി കിട്ടുകയും ചെയ്യുന്നു. അങ്ങനെ നഷ്ടപ്പെട്ട എത്രയോ 200 രൂപകളെക്കുറിച്ച് ഇന്ന് നമുക്ക് ചിന്തിക്കാം, കവിത എഴുതാം എന്നുള്ളതല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ പറഞ്ഞതുപോലുള്ളൊരവസ്ഥയാണ് എമർജൻസി. കൺമുന്നിൽ മനുഷ്യാവകാശങ്ങളും ജനാധിപത്യ അവകാശങ്ങളും ഏത് അതോറിറ്റിയാണോ അത് സംരക്ഷിക്കേണ്ടത്, ആ അതേ അതോറിറ്റി തന്നെ ഇല്ലായ്മ ചെയ്യുന്നത് നോക്കി നിൽക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അന്നത്തെ അവസ്ഥ. എതിരായി ഒരു അഭിപ്രായം പറയുകയോ ഇതുപോലെ നമ്മൾ ഏതെങ്കിലും രീതിയിൽ അവർക്കെതിരെ സംസാരിക്കുകയോ ചെയ്താൽ അടുത്ത ദിവസം അല്ലെങ്കിൽ അന്ന് തന്നെ ജയിലിലാകുന്ന ഒരവസ്ഥയായിരുന്നു. എങ്കിലും കോവിഡ് കാലം പോലെ വെറുതെ നടന്നാലൊന്നും ജയിലിലാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അത്തരത്തിലല്ല, ഞാൻ ആ സമയത്ത് ജീവിക്കാത്ത ഒരാളാണ്. അതിന് ശേഷമാണ് നമ്മളൊക്കെ എൻ്റെ ജനറേഷൻ വന്നിട്ടുള്ളത്. അപ്പം നമ്മളെ സംബന്ധിച്ച് നേരിട്ട് എന്താണ് എമർജൻസി എന്ന് അറിയില്ല. ബട്ട് നമ്മൾ വായിച്ചതും പിന്നെ കേട്ടറിഞ്ഞതുമായ കാര്യങ്ങളെ നമുക്കറിയും. എങ്കിലും അത്തരം ചരിത്ര സത്യങ്ങളെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ചരിത്ര പുസ്തകങ്ങൾ തന്നെ ധാരാളം മതി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കും ചരിത്രത്തിലേക്ക് മടങ്ങാം. ചില വർത്തമാനകാല യാഥാർത്ഥ്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ വളരെ അടുത്ത് നടന്നുപോയ കോവിഡ് പോലുള്ള മഹാമാരിയുടെ സമയത്തുണ്ടായ ചില എമർജൻസി സമാനമായ സാഹചര്യങ്ങൾ ഓർത്തുപോയെന്ന് മാത്രം. തുടരാം. നമുക്ക് നഷ്ടപ്പെട്ട 200 രൂപയെ കരുതി ആ 200 രൂപയ്ക്ക് നമുക്ക് ആത്മശാന്തി നേർന്നുകൊണ്ട് തുടരാം. Many writers and journalists wrote about the time when democracy was briefly withheld so as to prevent it from being forgotten. നമ്മുടെ ജനാധിപത്യ മൂല്യങ്ങൾ അല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെതായ സ്വാതന്ത്ര്യങ്ങളെ ഹനിച്ച, തടസ്സപ്പെട്ട എമർജൻസി കാലഘട്ടത്തെക്കുറിച്ച് നിരവധി എഴുത്തുകാർ എഴുതിയിട്ടുണ്ട്. Most of these narratives tried to mark Indira Gandhi and her son Sanjay Gandhi's hands in the declaration of emergency. ഇന്ദിരാഗാന്ധിയുടെയും അവരുടെ മകനായ സഞ്ജയ് ഗാന്ധിയുടെയും കരങ്ങളാണ് എമർജൻസിക്ക് പിന്നിലുണ്ടായത് എന്ന് പല എഴുത്തുകാരും പറയുന്നു. സൽമാൻ റഷ്ദീസ് നോവൽ മിഡ്നൈറ്റ് ചിൽഡ്രൻ, Nayanthara Sehgal's novel Rich Like Us, Rohinton Mistri's novel A Fine Balance, and Kuldeep Nayyar's first-hand account of emergency retold, Pranab Mukherjee's series The Dramatic Decade, P.N. Thar's memoir Indira Gandhi, The Emergency and Indian Democracy, Vinod Mehta's unauthorized biography, The Sanjay Story, Kumi Kapoor's The Emergency, A Personal History, and Bipin Chandra's academic work, In the Name of Democracy, JP Movement and the Emergency, T.V. Rajeshwar's account, India, The Crucial Year, Ajoy Bose and John Dayal's first-hand account for the Reasons of State, Delhi under Emergency, are some of the works which account the dark time in democratic India. ഈ വായിച്ച രചനകളൊക്കെ തന്നെ ഈ സ്വതന്ത്ര ജനാധിപത്യ ഇന്ത്യയിലെ കറുത്ത കാലഘട്ടത്തെ രേഖപ്പെടുത്തുന്നവയാണ്. അതിൽ ഫസ്റ്റ് ഹാൻഡ് അക്കൗണ്ട് എന്ന് കാണുന്നവയൊക്കെ തന്നെ
നേരിട്ട് ഈ എഴുത്തുകാർ അനുഭവിച്ച അനുഭവങ്ങളെക്കുറിച്ചുള്ള രചനകളാണെന്ന് പ്രത്യേകം ഞാൻ ഉറപ്പിക്കുന്നു. അതുപോലെ തന്നെ അൺഓഥറൈസ്ഡ് ബയോഗ്രഫി എന്ന് പറയുന്നുണ്ട്. അതായത് ആധികാരികമല്ലാത്ത ബയോഗ്രഫി എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ എഴുതുന്നത് തെറ്റെന്നല്ല, ആ ബയോഗ്രഫിയിൽ തെറ്റുകളുണ്ടെന്നല്ല, ആ ബയോഗ്രഫി ആരെക്കുറിച്ചാണ് എഴുതിയത് അവരുടെ അപ്രൂവൽ ഒന്നും വാങ്ങിയിട്ടുണ്ടാവില്ല എന്നർത്ഥം. പിന്നെ അതൊരു സാഹിത്യ സങ്കേതമായി ഉപയോഗിക്കാം അത്തരം പരാമർശങ്ങൾ. പിന്നെ നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് മിഡ് നൈറ്റ് ചിൽഡ്രൻ ഒരു നോവലാണ്, പ്രധാനപ്പെട്ട കൃതിയാണ്. ഈ നോവലിനെ കുറിച്ചൊരു കഥയുണ്ട്. സൽമാൻ റഷ്ദിയുടെ മിഡ് നൈറ്റ് ചിൽഡ്രനിലെ ഇന്ദിരാഗാന്ധി എന്ന പ്രൈം മിനിസ്റ്റർക്ക് സമാനമായ ഒരു നെഗറ്റീവ് ക്യാരക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഈ ഈ നോവലിൻ്റെ സ്റ്റോറി ഏകദേശം ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയുടെ സ്റ്റോറി തന്നെയാണ്. ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയുടെ, അതായത് മിഡ് നൈറ്റ് ചിൽഡ്രൻ എന്ന് പറയുന്നത് തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന അർദ്ധരാത്രിയിൽ ഉണ്ടാകുന്ന ജനിക്കുന്ന കുറേ കുട്ടികൾക്ക് ഒരു അല്പം മാജിക്കൽ പവേഴ്സ് ഒക്കെ ഉണ്ട്. അവരുടെ വളർച്ചയും മറ്റുമൊക്കെയാണ് ഇന്ത്യയുടെ അതേ വളർച്ചയുടെ, ഡെമോക്രാറ്റിക് ഇന്ത്യയുടെ വളർച്ചയുടെ സ്റ്റോറിയുമായിട്ട് പാരലായിട്ട് കാണിച്ചിരിക്കുന്നത്. ആ വളർച്ചയുടെ ഇടയിലാണ് എമർജൻസി പോലുള്ള സമാനമായ ഒരു സാഹചര്യം നോവലിൽ ഉണ്ടാകുന്നത്. അതേ സാഹചര്യത്തിന് കാരണമായിട്ടുള്ളത് ഇന്ദിരാഗാന്ധിയെ പോലത്തെ ഒരു വ്യക്തിയാണ്. ഇന്ദിരാഗാന്ധിക്ക് സമാനമായ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററെ കുറിച്ചുള്ള പരാമർശങ്ങൾ അതിൽ വരുന്നു. അപ്പോൾ ഇന്ദിരാഗാന്ധി അതിനെതിരെ കേസ് കൊടുക്കുകയും അങ്ങനെ ഹൈക്കോടതി അദ്ദേഹത്തെ വിളിപ്പിക്കുകയും ഈ സൽമാൻ റഷ്ദി തൻ്റെ നോവലിലെ ഒരു ചാപ്റ്റർ തന്നെ അവസാനം മാറ്റേണ്ടി വന്നു, പൂർണ്ണമായി എടുത്തു മാറ്റേണ്ടി വന്നു എന്നുള്ളതാണ് കഥ. എന്നിട്ട് ആ നോവൽ പബ്ലിഷ് ചെയ്ത് തുടർന്ന് പ്രസിദ്ധീകരിച്ച് വിതരണം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കഥ ഈ പറയുന്ന മിഡ് നൈറ്റ് ചിൽഡ്രനെ കുറിച്ചുണ്ട്. 84 ഈ കൃതി പബ്ലിഷ് ആകുന്നത് എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. നിങ്ങളതൊന്ന് ചെക്ക് ചെയ്ത് 84 എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. ഏത് വർഷമാണ് മിഡ് നൈറ്റ് ചിൽഡ്രൻ പബ്ലിഷ് ആയതെന്ന് കണ്ടെത്തുക. ഇനി അടുത്തത് പോസ്റ്റ് കൊളോണിയൽ റൈറ്റിങ്സ് എന്നുള്ള സെക്ഷനാണ്. അപ്പോൾ അതിനു മുമ്പായി ഓർമ്മിപ്പിക്കുന്നു, എമർജൻസിയെക്കുറിച്ച് വന്നിട്ടുള്ള പുസ്തകങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കുക, ഒരു പേപ്പറിലേക്ക് അത് എഴുതി വെക്കുക. പരീക്ഷയ്ക്ക് പഠിക്കാനിരിക്കുമ്പോൾ വളരെ യൂസ്ഫുൾ ആയിരിക്കും അത്. ഞാൻ നേരത്തെ ഈ വീഡിയോ ബാക്കോട്ട് പോവുക, റിവേഴ്സ് പോവുക ഇപ്പോൾ തന്നെ. എന്നിട്ട് എമർജൻസിയെക്കുറിച്ചുള്ള ഞാൻ വായിച്ച കൃതികളുടെ പേരുകൾ എഴുതി സൂക്ഷിക്കുക, റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. റിപ്പീറ്റ് കേട്ടാലും പഠിക്കും. അപ്പോൾ അതുകൊണ്ട് എഴുതി പഠിക്കാൻ പറ്റാത്തവർ, എഴുതാനും വായിക്കാനും ബുദ്ധിമുട്ടുള്ളവർ തീർച്ചയായും റിപ്പീറ്റ് കേട്ട് പഠിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വീഡിയോയുടെ ഉദ്ദേശം തന്നെ അങ്ങനെയുള്ളവർക്ക് ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് കരുതി തന്നെയാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോയാലോ, പോസ്റ്റ് കൊളോണിയൽ റൈറ്റിങ്സ്. അപ്പോൾ പോസ്റ്റ് കൊളോണിയൽ റൈറ്റിങ്സ് എന്താണ്? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു, ഇന്ത്യൻ റൈറ്റിങ്സ് ഇൻ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് ഈ പൊതുവിൽ രണ്ട് കാലഘട്ടങ്ങളാണുള്ളത് എന്ന് പറയാം, അല്ലെങ്കിൽ രണ്ട് കാറ്റഗറി ആയിട്ട് പൊതുവിൽ തിരിക്കാറുണ്ട്. പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ലിറ്ററേച്ചർ, പ്രീ ഇൻഡിപെൻഡൻറ്റ് ലിറ്ററേച്ചർ, ഇൻഡിപെൻഡൻറ്റ് മുമ്പുള്ളതും ഇൻഡിപെൻഡൻസിന് ശേഷമുള്ളതും എന്ന് പറയാറുണ്ട്. ഇങ്ങനെ ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള സാഹിത്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പോസ്റ്റ് കൊളോണിയൽ റൈറ്റിങ്സ്. അതായത് ഈ എന്താ പറയുക, കൊളോണിയൽ അനുഭവത്തെ വിമർശിക്കുന്നതോ നോക്കിക്കാണുന്നതോ ആയ കൃതികളെയാണ് പോസ്റ്റ് കൊളോണിയൽ റൈറ്റിങ്സ് എന്ന് പൊതുവെ പറയുന്നത്. ഡെഫിനിഷൻ നോക്കാം. പോസ്റ്റ് കൊളോണിയലിസം എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റിൻ്റെ പേരാണ്, ഒരു ഇസമാണത്. പോസ്റ്റ് കൊളോണിയലിസം പ്രത്യേകം നോട്ട് ചെയ്യുക. പോസ്റ്റ് കൊളോണിയലിസം ഒരു ഇസമാണ്, ഒരു മൂവ്മെൻ്റ്, ഒരു പ്രസ്ഥാനമാണത്. ഓക്കെ, അതൊരു സാഹിത്യ പ്രസ്ഥാനമാണ് എന്ന് പറയാം. പൊളിറ്റിക്കൽ പ്രസ്ഥാനമല്ല, സാഹിത്യ പ്രസ്ഥാനമാണ്. പോസ്റ്റ് കൊളോണിയലിസം സീക്സ് ടു സ്റ്റഡി and engage with the experiences of colonialism and imperialism and their effects on society in the past and present. അപ്പോൾ പോസ്റ്റ് കൊളോണിയലിസം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് സീക്സ് ടു സ്റ്റഡി, ഇറ്റ് അറ്റംപ്റ്റ്സ് ടു സ്റ്റഡി, പഠിക്കാൻ ശ്രമിക്കുന്നു, ആൻഡ് എൻഗേജ്, ഇൻറ്ററാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു, വിത്ത് ദി എക്സ്പീരിയൻസസ് ഓഫ് കൊളോണിയലിസം. അതായത് കൊളോണിയൽ കാലഘട്ടവുമായിട്ട്, കൊളോണിയലിസം എന്ന് പറയുമ്പോൾ കോളനിവൽക്കരണം എന്നർത്ഥം. ഈ കോളനിവൽക്കരണത്തിൻ്റെ അനുഭവങ്ങളുമായിട്ടാണ് ഇൻറ്ററാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് പോസ്റ്റ് കൊളോണിയലിസം. ആൻഡ് ഇമ്പീരിയലിസം, സാമ്രാജ്യത്വം, ആൻഡ് ദെയർ ഇഫക്ട്സ് ഓൺ സൊസൈറ്റി ഇൻ ദ പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ്. ഭൂതകാലത്തിലും വർത്തമാനകാലത്തിലും ഈ സാമ്രാജ്യത്തിൻ്റെയും കൊളോണിയലിസത്തിൻ്റെയും ഒക്കെ ഇഫക്റ്റിനെ പഠിക്കുക, അതാണ് പോസ്റ്റ് കൊളോണിയലിസം സൂചിപ്പിക്കുന്നത്. Postcolonial writings in India address the process of decolonizing അല്ലെങ്കിൽ
decolonializing, decolonizing, decolonializing മറ്റൊരു വാക്ക്, and its aftermath in the socio-political, economic, and cultural spheres of life in India. But decolonializing, കൊളോണിയലൈസിങ്ങിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഡീകൊളോണിയലൈസിങ്. കൊളോണിയലൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളനൈസിങ് തന്നെയാണ്. ഡീകൊളോണിയലൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോളനൈസിങ് ആയിട്ടുള്ള ഇഫക്റ്റുകളെ, അല്ലെങ്കിൽ എന്താണ് നമ്മളെ കോളനിയാക്കി വെച്ചിരുന്നത് അതിനെ ഇല്ലാതാക്കുന്ന പ്രക്രിയയാണ്, പ്രത്യേകിച്ചൊരു സാംസ്കാരിക തലത്തിൽ, പൊളിറ്റിക്കൽ തലത്തിൽ ഒക്കെ. അപ്പം അത് ഈ പോസ്റ്റ് കൊളോണിയൽ റൈറ്റിങ്സിൻ്റെ പ്രധാനപ്പെട്ട അജണ്ടയാണ്. എന്താണ്? പ്രോസസ് ഓഫ് ഡീകൊളോണിയലൈസിങ്. ഓക്കെ. Post-colonial literature is generally understood as those works that deal with the violence and subjugation of a nation under the ruthless force of imperialism. ഇമ്പീരിയലിസത്തിൻ്റെ, സാമ്രാജ്യത്തിൻ്റെ ക്രൂരമായ ശക്തിക്ക് കീഴിൽ അടിപ്പെടുന്ന രാജ്യങ്ങളെ കുറിച്ചുള്ള എന്താണ് അവർ അനുഭവിച്ച വയലൻസിനെ കുറിച്ചുള്ള കൺസേൺ ആണ് പോസ്റ്റ് കൊളോണിയൽ റൈറ്റിങ്സ് മുഴുവനും ഷെയർ ചെയ്യുന്നത്. പോസ്റ്റ് കൊളോണിയൽ സാഹിത്യത്തിൽ നമ്മൾ കാണുന്നത് ഇത്തരത്തിൽ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ അടിച്ചമർത്തുമ്പോൾ, അവരുടെ മുകളിൽ ഭരണം നടത്തുമ്പോൾ അതിൻ്റെ അനന്തരഫലങ്ങളെ പഠിക്കുക എന്നുള്ളതാണ്. അതാണ് പോസ്റ്റ് കൊളോണിയൽ റൈറ്റിങ്സ് പൊതുവിൽ കാണിക്കുന്ന, അല്ലെങ്കിൽ അവർ ഷെയർ ചെയ്യുന്ന കഥകളും കവിതകളും പഠനങ്ങളും ഒക്കെ അത്തരം കാര്യങ്ങളാണ് ഉണ്ടാവുക, അത്തരം കാര്യങ്ങളാണ് ഉൾപ്പെടുത്തുക. നമ്മൾ നേരത്തെ പാർട്ടീഷൻ ലിറ്ററേച്ചർ, പാർട്ടീഷനെ കുറിച്ചാണെന്ന് പറഞ്ഞ പോലെ പോസ്റ്റ് കൊളോണിയൽ റൈറ്റിങ്സ് എപ്പോഴും കൊളോണിയൽ എക്സ്പീരിയൻസിനെ കുറിച്ചായിരിക്കും. ഓക്കെ, ഗോട്ട് ഇറ്റ്. അതായത് നമ്മുടെ കൊളോണിയൽ എക്സ്പീരിയൻസ്, അതായത് നമ്മളെ ബ്രിട്ടൻ അടക്കി ഭരിച്ചല്ലോ, ആ അടക്കി ഭരിച്ചപ്പോൾ നമ്മൾ എന്ത് അവസ്ഥയിലൂടെ കടന്നു പോയത്, അതിന് ശേഷം എന്താ ഉണ്ടാകുന്നത്. നമ്മൾ പറയാറുണ്ട് 1947 ഇന്ത്യ സ്വതന്ത്രയായി എന്ന്. അതൊരു പൊളിറ്റിക്കലി കറക്റ്റ് ആണെങ്കിൽ കൂടിയും കൾച്ചറലി സ്വാതന്ത്ര്യം കിട്ടിയോ എന്നുള്ള വലിയൊരു ചോദ്യമുണ്ട് ആ സമയത്ത്. കൾച്ചറലി നമ്മുടെ രാജ്യം വീണ്ടും ഡിപ്പെൻഡൻ്റ് ആയിരുന്നു പല കാര്യങ്ങളിലും. ബ്രിട്ടനിൽ തന്നെ ഡിപ്പെൻഡഡ് ആയിരുന്നു, അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങൾ ഡിപ്പെൻഡഡ് ആയിരുന്നു. ഒരു സ്വാശ്രയത്വം നമ്മുടെ രാജ്യത്തിലേക്ക് വന്നിട്ടില്ല ആ സമയത്ത്. ക്രമേണ ആ സമയത്ത് ഡെവലപ്മെൻറ്റും ഇൻഡസ്ട്രിയലൈസേഷനൊക്കെ നമ്മൾ തുടങ്ങി വെച്ചു. നെഹ്റുവിൻ്റെ കാലത്ത് ശക്തമായി തുടങ്ങി വെക്കുന്നു. പിന്നീട് അങ്ങോട്ട് ക്രമേണ ഇന്ത്യ ഒരു വളർച്ചയുടെ പാതയിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഒരു രാജ്യത്തെ കോളനിയാക്കി വെക്കുന്നത് രാഷ്ട്രീയമായി മാത്രമാവണമെന്നില്ല. നമ്മൾ തുടക്കത്തിൽ പഠിച്ചു മെക്കാളിയുടെ മിനിറ്റ്സും ഇംഗ്ലീഷ് എഡ്യൂക്കേഷനും ഒക്കെ. ഇപ്പോൾ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ പോലും ഒരു കൊളോണിയൽ ടൂളായിട്ട്, അതായത് സാമ്രാജ്യവൽക്കരണത്തിൻ്റെ ഒരു ടൂളായിട്ട്, ഒരു ഉപകരണമായിട്ട് അവർ ഉപയോഗിച്ചിരുന്നു. പ്രിന്റ് കൊളോണിയലിസം എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് കേൾക്കാറുണ്ട്. നമുക്ക് പ്രിന്റ് കൊളോണിയലിസത്തെ കുറിച്ച് പല ക്രിറ്റിക്സും പല തിയറിസ്റ്റും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പല എഴുത്തുകാരും അതിനെക്കുറിച്ച് വാൺ ചെയ്തിട്ടുണ്ട്. പല രചനകളിൽ നമുക്കത് കാണാൻ വേണ്ടി സാധിക്കും. പ്രത്യേകിച്ച് പ്രിന്റ് കൊളോണിയലിസം എന്ന് പറയുന്നത് പ്രിന്റിംഗ് ടെക്നോളജി, അക്കാലത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ടെക്നോളജിയാണ് പ്രിന്റിംഗ് ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ പ്രിന്റിംഗ് ടെക്നോളജിയുടെ ഉപയോഗത്തെ എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു വലിയ പ്രദേശത്തുള്ള ജനങ്ങളെ തങ്ങളുടെ ആശയങ്ങൾ ആ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് അവർ തങ്ങളുടെ പ്രൊജക്റ്റുകളുടെ ഇരകളാക്കുക, അല്ലെങ്കിൽ തങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരാക്കി മാറ്റുക, അവരെ ബ്രെയിൻ വാഷ് ചെയ്യുക. ഇതൊക്കെയാണ് ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഞാനതിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പേര് ഞാൻ നോക്കുകയായിരുന്നു. ഞാനത് ഇതിനിടയിൽ വായിച്ച ഒരു പുസ്തകം ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഇതിനെക്കുറിച്ച് പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. പ്രിന്റ് കൊളോണിയലിസം വരുന്നത് ഇമാജിൻഡ് കമ്മ്യൂണിറ്റീസ് എന്ന പുസ്തകത്തിലാണ്. യെസ്, ബെനഡിക്റ്റ് ആൻഡേഴ്സൻ്റെ ഇമാജിൻഡ് കമ്മ്യൂണിറ്റീസ്. അതൊന്ന് വായിച്ചു നോക്കുക നിങ്ങൾ. ഇമാജിൻഡ് കമ്മ്യൂണിറ്റീസ്, ബെനഡിക്റ്റ് ആൻഡേഴ്സൺ. ഓക്കെ, അപ്പോൾ അത് ഒരു പോസ്റ്റ് കൊളോണിയൽ ടെക്സ്റ്റാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. എങ്ങനെയാണ് ഒരു കമ്മ്യൂണിറ്റി, പ്രത്യേകിച്ച് ഒരു പൊളിറ്റിക്കൽ എൻറ്റിറ്റി ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു നേഷൻ എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നത്, അതിൻ്റെ അകത്ത് പറഞ്ഞു പോകുന്നൊരു കാര്യമാണ് ഈ പറയുന്ന പ്രിന്റ് ക്യാപിറ്റലിസവും പ്രിന്റ് കൊളോണിയലിസവും ഒക്കെ. അപ്പോൾ അതൊന്ന് വായിച്ചു നോക്കുക, നിങ്ങൾക്ക് കൂടുതൽ ഐഡിയ കിട്ടും. സമയമുള്ളവർ വായിച്ചു നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് തുടരാം.
ഈ കൊളോണിയലിസത്തിൻ്റെ ക്രൂരമായ അടിച്ചമർത്തലിനെ കുറിച്ചാണ് പോസ്റ്റ് കൊളോണിയൽ സാഹിത്യത്തിൽ നമ്മൾ വായിക്കുന്നത്. The major concerns in post-colonial literature were to address the cultural, social, and psychological subjugation and inferiority enforced upon the Indian people by the colonizers. ഈ കോളനൈസേഴ്സ് ഇന്ത്യക്കാരുടെ മുകളിൽ അടിച്ചമർത്തിയ മാനസികമായ അടിച്ചമർത്തൽ, ശാരീരികമായ അടിച്ചമർത്തൽ, എല്ലാ തരത്തിലുമുള്ള സാംസ്കാരികവും സാമൂഹികവുമായ അടിച്ചമർത്തൽ, അതിനെക്കുറിച്ചായിരുന്നു ഇത്തരം രചനകളുടെ പരാമർശം. ടു അണ്ടർസ്റ്റാൻഡ് ദ ഹൈബ്രിഡിറ്റി ഓഫ് കൾച്ചേഴ്സ് ആൻഡ് ടു പ്രസന്റ് ദ വിഷ് for freedom, both cultural and political, of a subjugated population. സാംസ്കാരികവും രാഷ്ട്രീയവുമായ സ്വാതന്ത്ര്യത്തിനാണ് ഇത്തരം രചനകൾ ഊന്നൽ നൽകിയത്. In short, post-colonial literature could be understood as an expression of the quest for identity of the once colonized population. Underline that sentence. ചുരുക്കി പറഞ്ഞാൽ പോസ്റ്റ് കൊളോണിയൽ സാഹിത്യം എന്താണെന്ന് മനസ്സിലാക്കണം. അതെന്താണ്? ആൻ എക്സ്പ്രഷൻ ഓഫ് ദ ക്വസ്റ്റ്, ഒരു ക്വസ്റ്റിൻ്റെ പ്രകടനമാണ്, ബാഹ്യമായ പ്രകടനമാണ്. എന്ന് വെച്ചാൽ ക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ അന്വേഷണം തന്നെയാണ്. എന്തിനുള്ള അന്വേഷണമാണ്? ഐഡൻറ്റിറ്റിക്ക് വേണ്ടി, ഒരു സ്വന്തം നമ്മളെക്കുറിച്ച് തന്നെയുള്ള ഒരു സ്വത്വത്തിന് വേണ്ടിയുള്ള അന്വേഷണം. ഒരിക്കൽ കോളനൈസ്ഡ് ആയിരുന്ന ഒരു ജനത സ്വന്തം സ്വത്വം അന്വേഷിക്കുന്നതാണ് പോസ്റ്റ് കൊളോണിയൽ സാഹിത്യത്തിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട. ഇനി കുറച്ച് എഴുത്തുകാരെ നമുക്ക് പരിചയപ്പെടാം. ആർ കെ നാരായൺ, മുൽക്ക് ആനന്ദ് രാജ റാവ്, ഭവാനി ഭട്ടാചാര്യ, കുശ്വന്ത്, അങ്ങനെ നിരവധി പേര്, കിരൺ ദേശായ്, സൽമാൻ റഷ്ടി, ഓം പ്രകാശ് വാൽമീകി, രാം മേത്ത ആർ സം ഓഫ് ദ മേജർ പോസ്റ്റ് കൊളോണിയൽ റൈറ്റേഴ്സ് ഫ്രം ഇന്ത്യ. പ്രധാനപ്പെട്ട പോസ്റ്റ് കൊളോണിയൽ റൈറ്റേഴ്സിൻ്റെ കുറച്ച് പേരുടെ പേരുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഇന്ത്യൻ ഫെമിനിസ്റ്റ് തോട്ടാണ്. അതായത് പോസ്റ്റ് കൊളോണിയലിസം ഒരു പൊളിറ്റിക്കൽ അതുപോലെ തന്നെ കൾച്ചറൽ മൂവ്മെൻ്റ് ആണ്, ലിറ്റററി മൂവ്മെൻ്റ് ആണത്. നമുക്ക് പോസ്റ്റ് കൊളോണിയൽ തിയറി, ലിറ്ററേച്ചറിൻ്റെ അല്ലെങ്കിൽ കൾച്ചറൽ സ്റ്റഡീസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. അതുപോലെ മറ്റൊരു രാഷ്ട്രീയ അതേപോലെ തന്നെ കൾച്ചറൽ ഇമ്പാക്റ്റ് ഉള്ള ഒരു മേഖലയാണ് ഈ ഫെമിനിസം എന്ന് പറയുന്നത്. അതിനൊരു പൊളിറ്റിക്കൽ സൈഡുണ്ട്. പോസ്റ്റ് കൊളോണിയലിസത്തിന് അതിന് മാത്രം ഒരു പൊളിറ്റിക്കൽ സൈഡ് നമുക്ക് റിയൽ അല്ലെങ്കിൽ ഒരു നോർമൽ സോഷ്യൽ ലൈഫിൽ കാണാൻ പറ്റില്ല. അതൊരു അക്കഡമിക് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് വായിച്ചു പോകാവുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കോൺസെപ്റ്റായിട്ട് കാണാം. എന്നാൽ അതൊരു പക്ഷേ നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയായിരിക്കാം. വി ഡോണ്ട് ടോക്ക് മച്ച് അബൌട്ട് പോസ്റ്റ് കൊളോണിയലിസം ഇൻ പബ്ലിക് സ്ഫിയർ. ബട്ട് ഫെമിനിസം ഇസ് ഡിഫറെൻറ്റ്. ഫെമിനിസം നമ്മൾ പബ്ലിക് സ്ഫിയറിൽ അങ്ങോട്ട് സെലിബ്രേറ്റ് ചെയ്ത് ആർമാദിക്കുന്ന സാധനമാണ്. അതിനെ വിമർശിക്കുന്നവരുണ്ട്, വളരെ മോശമായി പറയുന്നവരുണ്ട്. അതിന് വലിയ പ്രാധാന്യം കൊടുത്തൊരു സാക്രോസാങ്ക്ട് ആയിട്ട് നമ്മളതിനെ ഒന്നും പറഞ്ഞുകൂടെ, എതിർത്തുകൂടെ, വിമർശിക്കാനേ പാടില്ല ഫെമിനിസ്റ്റിനെ എന്ന് പറഞ്ഞ് തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്നവരുണ്ട്. തീരെ അതിനെ മൈൻഡ് ചെയ്യാത്തവരുണ്ട്. അങ്ങനെ പല കാറ്റഗറിയിലുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പല തരത്തിൽ പല കാറ്റഗറിയാണ് ഫെമിനിസ്റ്റോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ്, പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിൻ്റെ മലയാളികളുടെ. നമുക്ക് നോക്കാം ഇന്ത്യൻ ഫെമിനിസ്റ്റ് തോട്ടിനെ കുറിച്ച്. അടുത്ത് ചുരുക്കി ഇതൊക്കെ ഒരു വലിയ കടൽ പോലത്തെ വിഷയങ്ങളാണ്. പോസ്റ്റ് കൊളോണിയലിസവും ഫെമിനിസ്റ്റ് തോട്ടും പാർട്ടീഷൻ ലിറ്ററേച്ചറും ഒക്കെ അത് തന്നെ ഒരു വലിയ പേപ്പറായിട്ട് ഒരു വർഷം പഠിക്കേണ്ട അല്ലെങ്കിൽ വർഷങ്ങളെടുത്ത് പഠിക്കേണ്ട വിഷയങ്ങളാണ്. ഇവിടെ ഏറ്റവും ചെറിയ സമ്മറി മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ, കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിച്ചു പോകരുത്. പോസ്റ്റ് കൊളോണിയൽ തോട്ടായാലും ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് വായിക്കുമ്പോൾ തന്നെ പോസ്റ്റ് കൊളോണിയൽ റൈറ്റിങ്സിനെ കുറിച്ച് വായിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി അറിഞ്ഞെങ്കിൽ ഇത്രയേ ഉള്ളോ എന്ന് ചിന്തിക്കുമായിരിക്കും ചിലപ്പോൾ. ഒരിക്കലും ഇത്രയേ ഉള്ളൂ എന്ന് ചിന്തിക്കരുത്. അതൊരു വലിയ സമുദ്രം പോലത്തെ വിഷയമാണ് പോസ്റ്റ് കൊളോണിയലിസം എന്ന് പറയുന്നത്. അതിനെ പഠിക്കണമെങ്കിൽ നമുക്കൊരു കോഴ്സ് തന്നെ ചെയ്യേണ്ടി വരും. സെയിം ഇസ് ദ കേസ് വിത്ത് പാർട്ടീഷൻ ലിറ്ററേച്ചർ. ഇറ്റ്സ് എ വെരി വെരി ഡീപ്പ് ഏരിയ. അതും നമ്മൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടി ഒന്ന് നമ്മളിങ്ങനെ തൊട്ട് നാവിൽ വെക്കൂലേ, നമ്മളിങ്ങനെ കറിയൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ടേസ്റ്റ് നോക്കുന്ന പോലെയുള്ള ഒരു പരിപാടി ഇവിടെ നടന്നിട്ടുള്ളൂ. അതെല്ലാവരും മനസ്സിൽ വെക്കുക. അത് ഇൻഡെപ്തായിട്ട് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് കൂടുതൽ വായിക്കണം. ഈ പരാമർശിക്കപ്പെട്ട പുസ്തകങ്ങളിലേക്ക് നിങ്ങൾ വായന വ്യാപിപ്പിക്കുക. അങ്ങനെ അതിലൂടെ തുടങ്ങുക. ഇതിൽ പറയുന്ന പുസ്തകങ്ങളുണ്ടല്ലോ, അതൊക്കെ എടുത്ത് മെല്ലെ ലൈബ്രറികളൊക്കെ സന്ദർശിച്ച് ആ പുസ്തകങ്ങളെടുത്ത് മെല്ലെ മെല്ലെ വായിച്ചു തുടങ്ങുക. ആദ്യം പുസ്തകങ്ങൾ വായിക്കുക, പിന്നെ അതിനെക്കുറിച്ചുള്ള നിരൂപണങ്ങളും പഠനങ്ങളും നിങ്ങൾക്ക് അവൈലബിൾ ആവും, അത് വായിക്കുക. അങ്ങനെ വായനയിലൂടെ കൂടുതൽ അറിയാൻ ശ്രമിക്കുക. Now let's move on to Indian feminist thought. Feminism argues for equal rights
for women and identifies the different ways in which patriarchy operates within society to subjugate women. ഫെമിനിസത്തിന്റെ ആർഗ്യുമെന്റ് എന്താണ്? സ്ത്രീകൾ, സ്ത്രീകളുടെ അവകാശങ്ങൾ, ഈക്വൽ റൈറ്റ്സ് ഫോർ വിമൻ, അതാണ് ഫെമിനിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ്. ഈക്വൽ റൈറ്റ്സ് വേണം സ്ത്രീകൾക്ക് എന്നുള്ളതാണ്, സമത്വം വേണം, തുല്യമായ അവകാശങ്ങൾ വേണം എന്നുള്ളതാണ്. എന്നാൽ പാട്രിയാർക്കി സമൂഹത്തിൽ, പാട്രിയാർക്കി എന്ന് പറഞ്ഞാൽ എന്താ? പുരുഷ മേധാവിത്വം, അത് സമൂഹത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. പല രീതിയിലും സബ്ജുഗേറ്റ് ചെയ്യുന്നു. സബ്ജുഗേറ്റ് എന്ന് പറഞ്ഞാൽ അടിച്ചമർത്തി കീഴിൽ വയ്ക്കുന്നു, സബ്ജക്റ്റ് ആക്കി വെക്കുന്നു, സബ്ജുഗേറ്റ് ചെയ്യുന്നു, അടിച്ചമർത്തി വയ്ക്കുന്നു സ്ത്രീകളെ സമൂഹത്തിൽ. ആര്? പാട്രിയാർക്കി, പുരുഷ മേധാവിത്വം. ഇതാണ് ഫെമിനിസ്റ്റിന്റെ ആർഗ്യുമെന്റ്. Feminists around the world have fought for their rights, which varies from context to context. തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ലോകമെമ്പാടും ഫെമിനിസ്റ്റുകൾ സമരങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത്തരം ഫെമിനിസ്റ്റ് ആശയങ്ങൾ സന്ദർഭത്തിനൊത്ത് മാറിക്കൊണ്ടിരിക്കുന്നു. ഓരോ ചരിത്ര പശ്ചാത്തലത്തിലും ഫെമിനിസത്തിന്റെ ആശയം ഡിഫറെൻ്റ് ആണ്. ഒരിക്കലും ഒരു ലോകത്തിലെ എല്ലാ ഫെമിനിസവും ഒരുപോലെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല നമുക്ക്. കേരള ഫെമിനിസം എന്ന് പറഞ്ഞിട്ട് വേറെ തന്നെ ഒരു ഫെമിനിസം ആയിരിക്കാം മലയാളത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ സ്ത്രീകൾ അല്ലെങ്കിൽ സ്ത്രീപക്ഷ ചിന്തകർ വിശ്വസിക്കുന്നത്. ഒരിക്കലും ലോകത്തിൽ മുഴുവൻ യൂണിവേഴ്സൽ ഫെമിനിസം എന്നൊരു കോൺസെപ്റ്റ് ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല, ചരിത്രത്തിൽ അങ്ങനെ കാണാൻ സാധിക്കില്ല. എല്ലാ ഫെമിനിസവും സ്കാറ്റേർഡ് ആണ് അല്ലെങ്കിൽ ഫ്രാഗ്മെന്റഡ് ആണ്. അതും അല്ലെങ്കിൽ നമുക്ക് പറയാം ഓരോ പ്രത്യേക കോണ്ടെക്സ്റ്റിന് അനുയോജ്യമായ രീതിയിൽ ഡിവൈസ് ചെയ്തെടുത്ത രാഷ്ട്രീയമാണ്. The Indian feminist movement was a social movement that fought against gender inequality, entrenched in different caste, class and regions of society. ഇന്ത്യൻ ഫെമിനിസം എന്ന് പറയുന്നത്, ഇന്ത്യൻ ഫെമിനിസ്റ്റ് മൂവ്മെന്റ് ഇന്ത്യയിലെ പ്രത്യേക സാഹചര്യം, കാസ്റ്റ്, അതുപോലെ തന്നെ ക്ലാസ് പറഞ്ഞല്ലോ, സാമ്പത്തികമായ വേർതിരിവ്, പിന്നെ റീജിയൻ, ഓരോ പ്രദേശത്തിന്റെ പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് ഇന്ത്യൻ ഫെമിനിസ്റ്റിന്റെ കൺസേൺ. They have fought against a male-centric society, legacy laws, widow immolation and so on. വിധവകളെ കൊന്നുകളയുക അല്ലെങ്കിൽ വിധവകളെ നശിപ്പിക്കുക, അതുപോലെ തന്നെ മറ്റുള്ള സമൂഹത്തിൽ നിലനിൽക്കുന്ന ഇനിക്വാലിറ്റീസ്, പിന്നെ നിയമങ്ങൾ, പാരമ്പര്യ നിയമങ്ങൾ, പുരുഷാനുകൂലമായ പാരമ്പര്യ നിയമങ്ങൾ, പുരുഷ കേന്ദ്രീകൃതമായ സമൂഹം, ഇതൊക്കെയാണ് അവരുടെ പ്രധാന ഫൈറ്റ് ചെയ്യുന്ന വിഷയങ്ങൾ. പാട്രിയാർക്കി, സബ്ജുഗേഷൻ, ഇനിക്വാലിറ്റി, വയലൻസ് ബോത്ത് in domestic and public spaces, caste, violence against women, and other issues related to women have become themes in the writings of some writers. ചില എഴുത്തുകാരുടെ വിഷയമായി വന്നിട്ടുള്ളവ ഈ പ്രത്യേക വിഷയങ്ങളാണ്. പാട്രിയാർക്കി വന്നിട്ടുണ്ട്, പുരുഷ മേധാവിത്വം, സബ്ജുഗേഷൻ, അടിച്ചമർത്തൽ, അസമത്വം, ഇനിക്വാലിറ്റി, വയലൻസ്, ഡൊമസ്റ്റിക് ആവാം, പബ്ലിക് ആവാം, വീട്ടിലുള്ള വയലൻസ് ആവാം, അല്ലെങ്കിൽ പൊതുവിടങ്ങളിലുള്ള വയലൻസ് ആവാം. പിന്നെ കാസ്റ്റ് വയലൻസ്, കാസ്റ്റിൻ്റെ പേരിലുള്ള വയലൻസ് സ്ത്രീകളും അനുഭവിച്ചിട്ടുണ്ട്. അത് അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ എഴുത്തുകാർ അവരുടെ രചനകൾ പരാമർശിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവരെഴുതിയിട്ടുണ്ട്. അത്തരം വിഷയങ്ങൾ സ്ത്രീപക്ഷ എഴുത്തുകാർ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. During colonial times, European men and reformers like Raja Ram Mohan Roy, who we studied, I think, Raja Ram Mohan Roy earlier, raised the issue of widow immolation. വിധവകളെ കൊല്ലുക എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ്, സതി എന്ന ആചാരം, അതിനെതിരായിട്ട് ശബ്ദിച്ചവരാണ് രാജാ റാം മോഹൻ റോയും. നിരവധി യൂറോപ്പിയൻസും അതിനെ എതിർത്തിട്ടുണ്ട്. He wrote against sati in his works, A Conference Between an Advocate for and an Opponent of the Practice of Burning Widows Alive. അദ്ദേഹത്തിൻ്റെ കൃതിയുടെ പേരാണത്. സതിയെക്കുറിച്ച് അദ്ദേഹം പരാമർശിക്കുന്ന കൃതിയാണ്. കൃത്യമായി അതിനെക്കുറിച്ച് മാത്രമാണ് അതിൽ പരാമർശിക്കുന്നത്, 1918. An abstract of the arguments regarding the burning of widows considered as a religious right, 1830, രണ്ടാമത്തെ കൃതിയാണ്. He also wrote against polygamy and how it denies women an equal right of inheritance in brief remarks regarding modern encroachments on the ancient rights of females according to the Hindu law of inheritance, 1822. Multiple marriages, polygamy, ഒന്നിലധികം ഭാര്യമാരെ വിവാഹം കഴിക്കുന്ന രീതിയാണ്. അത്തരം പോളിഗമിയിലേക്ക് പോകുന്ന അവസ്ഥയെ അദ്ദേഹം എതിർത്തു.
കാരണം സ്ത്രീകൾക്കാണ് നഷ്ടം സംഭവിക്കുന്നത്, പാരമ്പര്യ സ്വത്ത് അവർക്ക് കിട്ടുന്നില്ല. ഇതിനെക്കുറിച്ചും അദ്ദേഹം 822 പബ്ലിഷായ ബ്രീഫ് റിമാർക്സ് റിഗാർഡിംഗ് മോഡേൺ എൻക്രോച്ച്മെന്റ്സ് ഓൺ ദി ഏൻഷ്യന്റ് റൈറ്റ്സ് ഓഫ് ഫീമെയിൽസ് അക്കോർഡിംഗ് ടു ദ ഹിന്ദു ലോ ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന പുസ്തകത്തിൽ പരാമർശിക്കുന്നു. ദ ഫസ്റ്റ് വുമൺ ടു റൈറ്റ് എൻ ഇംഗ്ലീഷ് പോയം വാസ് തോരു ദത്ത്. ഇംഗ്ലീഷ് കവിത ഇന്ത്യയിൽ ആദ്യമായി എഴുതിയ ഒരു സ്ത്രീ തോരു ദത്ത് എന്ന കവയിത്രിയാണ്. അവരെക്കുറിച്ച് നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട്. പോയിട്ടിൽ നമുക്ക് ചർച്ച ചെയ്യാം അടുത്ത യൂണിറ്റിൽ. Women remained inside their houses and were largely uneducated during this time. സ്ത്രീകൾ വീട്ടിൽ തന്നെ ഒതുങ്ങി കൂടിയിരുന്നു, അൺഎഡ്യൂക്കേറ്റഡ് ആയിരുന്നു, അവരെ വിദ്യാഭ്യാസമൊന്നും സ്ത്രീകൾക്ക് കിട്ടിയിരുന്നില്ല. ദോ വിമൻസ് എഡ്യൂക്കേഷൻ വാസ് ജസ്റ്റ് spreading and becoming acceptable between the 1860s and the end of the century, I mean in 1900s, a few women novelists appeared in the scene. സ്ത്രീകളുടെ വിദ്യാഭ്യാസം തുടങ്ങുന്നേ ഉള്ളൂ ഇന്ത്യയിൽ 1860s ആകുമ്പോഴേക്ക്, 1900 ആകുമ്പോഴേക്ക് ആണത് സ്പ്രെഡ് ആവുന്നത്. പക്ഷേ അതിനുള്ളിൽ തന്നെ ചില നോവലിസ്റ്റുകൾ വരുന്നുണ്ട്. ബിയാങ്ക ഓർ ദ യങ് സ്പാനിഷ് മെയ്ഡൻ, കനുയില, എ സ്റ്റോറി ഓഫ് ഹിന്ദു ലൈഫ്, ആൻഡ് സഗുണ, എ സ്റ്റോറി ഓഫ് നേറ്റീവ് ക്രിസ്ത്യൻ ബൈ കൃപാബായ് സത്യനാഥൻ ആൻഡ് രത്നാബായ്. ഇവയൊക്കെ പ്രധാനപ്പെട്ട കൃതികളാണ്. അടുത്തത് നോക്കാം. എ സ്കെച്ച് ഓഫ് എ ബോംബെ ഹൈ കാസ്റ്റ് ഹിന്ദു യങ് വൈഫ് ബൈ ഷെവാന്തിബായ് എം നിക്കംബെ വേർ ദ ഫസ്റ്റ് സെറ്റ് ഓഫ് നോവൽസ് റിട്ടൺ ബൈ വിമൻ. ഈ രണ്ട് സ്ത്രീകൾ ആദ്യമായി സ്ത്രീ നോവലുകൾ എഴുതിയ സ്ത്രീകളാണ്. അപ്പോൾ ഇവരുടെ നോവലുകളുടെ പേരുകളിലും മറ്റും ഹിന്ദു കാസ്റ്റിനെ കുറിച്ചും ഹിന്ദു എന്നുള്ള പ്രത്യേക പേരുകളൊക്കെ വെച്ചിട്ടാണ്, ഹിന്ദു യങ് വൈഫ് എന്നൊക്കെയാണ്. ഇന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്ക് അത്തരത്തിലൊരു കൃതിയിൽ അങ്ങനെ ഒരു പേര് ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് ഇന്നത്തെ സാഹചര്യത്തിൽ. തെറ്റിദ്ധരിക്കപ്പെടാം എന്നുള്ളതാണ്. പക്ഷെ അന്ന് അത് ഇന്ത്യൻ ഐഡൻറ്റിറ്റിയുടെ ഒരു ഭാഗമായിരുന്നു ഇത്തരം പദപ്രയോഗങ്ങൾ. അത് വലിയ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കിയിരുന്നില്ല എന്ന് പറയാം. ആ വാക്കിന് കുറച്ചും കൂടിയും വാസ്റ്റായ അർത്ഥം അന്ന് കൽപ്പിക്കപ്പെട്ടിരുന്നു, പഴയ കാലത്താണല്ലേ. എങ്കിലും ചരിത്രം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് നോക്കാം. ദ ഗാന്ധിയൻ മൂവ്മെൻറ്റ് ലെഡ് ടു എൻ അവേക്കനിങ് അമംഗ് ഇന്ത്യൻ വിമൻ. ഇന്ത്യൻ സ്ത്രീകളിൽ ഒരു പുതിയ ഉണർവുണ്ടാക്കി ഗാന്ധിയുടെ സമരരീതികൾ. Thousands of women came out of their houses to protest against the colonizers and also picket liquor shops. By then, women's education was becoming popular. ആയിരക്കണക്കിന് സ്ത്രീകളാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ഫൈറ്റ് ചെയ്യാനും സമരത്തിനിറങ്ങാനും, അതുപോലെ തന്നെ ലിക്കർ ഷോപ്സ്, മദ്യ ഷോപ്പുകൾ പൊട്ടിക്കാനും പിക്കറ്റ് ചെയ്യാനൊക്കെ ആയിരക്കണക്കിന് സ്ത്രീകൾ അന്ന് നിരത്തിലേക്ക് ഇറങ്ങി. ഗാന്ധിയുടെ ഇൻഫ്ലുവൻസും ഉണ്ട്. ദ ഫസ്റ്റ് വിമൻസ് ഓർഗനൈസേഷൻ ഭാരത് സ്ത്രീ മണ്ഡൽ വാസ് ഫൗണ്ടഡ് ബൈ സർല ദേവി ചൗധുറാണി ഇൻ 1910. അണ്ടർലൈൻ ചെയ്യുക, ഭാരത് സ്ത്രീ മണ്ഡലാണ് ആദ്യത്തെ സ്ത്രീ ഓർഗനൈസേഷൻ. ഗാന്ധി ഡിനൗൺസ്ഡ് ദ ഡൗറി സിസ്റ്റം ആൻഡ് ചൈൽഡ് മാരേജ് ആൻഡ് സ്റ്റുഡ് ഫോർ വിമൻസ് ഫ്രീഡം. ചൈൽഡ് മാരേജും പ്രത്യേകിച്ച് ഡൗറി സിസ്റ്റവും ഒക്കെ ഗാന്ധി തള്ളിക്കളയുകയാണ്. അങ്ങനെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അദ്ദേഹം വാദിക്കുകയാണ്. In 1905, Sarojini Naidu published a collection of poems. By 1930, a major shift happened in Indian writings in English with the entry of Mulk Rajanand, R.K. Narayan and Raja Rao. 1905 സരോജിനി നായിഡു തൻ്റെ കവിതകൾ പബ്ലിഷ് ചെയ്യുന്നു. 1930 വലിയ മാറ്റം ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ സംഭവിക്കുകയാണ്. ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ, ഇന്ത്യൻ റൈറ്റിങ്സ് ഇൻ ഇംഗ്ലീഷിൽ. നമ്മളിന്ന് പ്രീ ഇൻഡിപെൻഡൻസ് ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റിങ്സിൻ്റെ ട്രിനിറ്റി എന്ന് വിളിക്കുന്ന, ത്രിമൂർത്തികൾ എന്ന് വിളിക്കുന്ന എഴുത്തുകാരുണ്ട്. അവരുടെ രംഗപ്രവേശമായിരുന്നു അത്, ആ വലിയ സംഭവം, മേജർ ഷിഫ്റ്റ്. മുൽക്ക് രാജാനന്ദ്, ആർ കെ നാരായൺ, രാജ റാവു, 3 വലിയ ഹെവി ലോഡ് സാധനങ്ങളാണ്, 3 പേര്. നമ്മൾ ഇന്ത്യൻ റൈറ്റേഴ്സിൽ ത്രിമൂർത്തികൾ എന്ന് വിളിക്കുന്ന 3 പേരാണ്. They started portraying women of different shades in their stories. അവരുടെ സ്ത്രീ കഥാപാത്രങ്ങൾ ഒരുപാട് ഷെയ്ഡുകളിലുള്ള, ഒരുപാട് കളറുകളിൽ, ഒരുപാട് നിറങ്ങളിൽ, ഒരുപാട് ഭേദങ്ങളിൽ സ്ത്രീകളുടെ അവസ്ഥകൾ, സ്ത്രീ കഥാപാത്രങ്ങൾ അവരുടെ കഥകളിലും നോവലുകളിലും നിറഞ്ഞു നിന്നു. By the 1960s, സ്വാതന്ത്ര്യത്തിന് ശേഷം, Indian English writing had attained a new vigor with the emergence of the second
generation of writers like Kamala Markandeya, Nayanthara Sehgal, Anita Desai, Ruth Prawar, Jagwala, Bharati Mukherjee, and Shobha De. 60കളിലാണ് പുതിയ ജനറേഷൻ ഇന്ത്യൻ ഇംഗ്ലീഷ് ഫീമെയിൽ റൈറ്റേഴ്സ് വരുന്നത്. ശോഭാദേ മുതൽ നയൻതാര സേകൾ വരെയുള്ള കമല മാർക്കണ്ഡേയ പോലുള്ള മികച്ച സ്ത്രീ എഴുത്തുകാർ വരുന്നത്. ദേ റോട്ട് അബൌട്ട് ഇൻഡിവിജ്വൽ കോൺഫ്ലിക്ട്സ് ആൻഡ് മാൻ വുമൻ റിലേഷൻഷിപ്സ് ആൻഡ് ദെയർ കോംപ്ലക്സിറ്റീസ്. സ്ത്രീകളെക്കുറിച്ച്, ഇൻഡിവിജ്വൽ കോൺഫ്ലിക്ട്സ്, വ്യക്തിപരമായ സംഘർഷങ്ങളെക്കുറിച്ച്, പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഒക്കെ അവർ എഴുതി. സിൻസ് ദെൻ വിമൻസ് റൈറ്റേഴ്സ് have been writing prolifically. Authors like Anita Nair, Shashi Deshpande, Kamala Das, Geeta Hariharan, Shema Futehali, Vishnupriya Iyengar, Mrinal Pandey, Meena Alexander, Ketaki, Kushari, Dayan, Sujata Bhatt, Gauri Deshpande, Arundhati Roy, Jhumpa Lahiri, അങ്ങനെ നിരവധി contributing to the corpus of Indian writings in English. There are also numerous academic and non-fictional writings by women. ഫിക്ഷൻ മാത്രമല്ല, നോൺ ഫിക്ഷനും ഉണ്ട്. ഈ എഴുത്തുകാരുടെ പേരുകൾ പ്രത്യേകം നോട്ട് ചെയ്യുക. കുറച്ച് രചനകളുടെ പേരുകൾ എടുത്ത് പറയുന്നു. അരുന്ധതി റോയ്സ് ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, ജുംപാ ലഹരീസ് ദ നെയിം സേക്ക് ആൻഡ് ദ ലോ ലാൻഡ്, കിരൺ ദേശായ്സ് ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ്, ശശി ദേശ്പാണ്ഡേസ് ദാറ്റ് ലോങ് സൈലൻസ്, പിന്നെന്താണ് അനിത ദേശായ്സ് Fire on the Mountain, Shobha Rajadhyaksha's Jackie Collins of India, Indira Goswami's Pages Stained with Blood, Anita Nair's Mistress, and Chitra Banerjee Divakaruni's Palace of Illusions are some of the examples of contemporary feminist writings in English by Indians. ഇവയൊക്കെ തന്നെ ഇന്ന് പ്രത്യേകിച്ച് ഏതാണ് പാലസ് ഓഫ് ഇല്യൂഷൻസ് ഒക്കെ വളരെ പോപ്പുലറായ കൃതി കൂടിയാണ്. അപ്പോൾ ഒന്ന് വായിച്ചു നോക്കുക കിട്ടുകയാണെങ്കിൽ കേട്ടോ. ഇതൊക്കെ ഇന്ന് പ്രഗത്ഭമായി നിൽക്കുന്ന കണ്ടംപററി സമകാലിക എഴുത്തുകാരാണ് ഇവരൊക്കെ. അപ്പോൾ നമ്മൾ ചരിത്രം പഠിച്ചു, മെല്ലെ മെല്ലെ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് കുറച്ച് പഠിച്ചു. ഇപ്പോൾ കണ്ടംപററി ഫീമെയിൽ റൈറ്റേഴ്സിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെയും ഞാൻ പറയുന്നു വലിയൊരു ടോപ്പിക്കാണ്, എങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കി അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ആണ് ദലിത് കോൺഷ്യസ്നെസ്, ദലിത് മനോഭാവം അല്ലെങ്കിൽ ദലിത് ഐഡിയ, ദലിത് ഐഡൻറ്റിറ്റി, ദലിത് ബോധം. ദലിത് കോൺഷ്യസ്നെസ് എന്ന ദലിത് ബോധമാണ്. Indian society is economically and socially stratified apart from gender inequality. അപ്പോൾ ഈ ജെൻഡർ വിഷയം മാത്രമല്ല, ജെൻഡർ ഇനിക്വാലിറ്റി മാത്രമല്ല, ഇന്ത്യയിൽ കാസ്റ്റിൻ്റെ പേരിൽ ഒരുപാട് ഡിവിഷൻസ് വേറെയുമുണ്ട്. The caste system, which follows Varna system of dividing people on the basis of their birth into 4 major groups, which in turn has numerous subdivisions, places Dalits at the lower strata of Indian society. അപ്പോൾ ഇങ്ങനെ നിരവധി ഡിവിഷൻസ് കാസ്റ്റിൻ്റെ പേരിലുണ്ട്. ദളിതാണ് ഏറ്റവും ലോവർ സ്ട്രാറ്റ എന്ന് പറയുന്നത്. ദളിറ്റ്സ് ആർ സബ്ജക്റ്റഡ് ടു സോഷ്യൽ ആൻഡ് റിലീജിയസ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ആർ സീൻ ആസ് ഇൻഫീരിയർ ഹ്യൂമൻ ബീയിങ്സ്. അപ്പോൾ ദളിത്തിനെ ഇൻഫീരിയർ ഹ്യൂമൻ ബീയിങ്സ് ആയിട്ടാണ് കാണുന്നത്. മനുഷ്യരിൽ തന്നെ താഴേക്കിടയിലുള്ള മനുഷ്യർ എന്നാണ് അവരെ പൊതുസമൂഹം കാണുന്നത്. മാത്രവുമല്ല എല്ലാ മതപരമായും സാമൂഹികമായും അവരെ വേർതിരിച്ച് കാണുന്നു, ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നു. ഹിന്ദു മതത്തിലുള്ള തന്നെ അവരെ വേർതിരിച്ച് കാണുന്നു. With the beginning of the identity assertions of the Dalits, Dalit consciousness was evoked. അപ്പോൾ ദളിത് വിഭാഗത്തിനുള്ളിൽ തന്നെ അവരുടെ സ്വത്വത്തെ തിരിച്ചറിയുന്നതിനും അവരുടെ ഒരു വാല്യൂ തുറന്നു പറയുന്നതിനും അവരെക്കുറിച്ചുള്ള അവരുടെ സ്വന്തം അവകാശങ്ങളെക്കുറിച്ചുള്ള ഒരു ബോധ്യം അവരിൽ പടർന്നിട്ടുണ്ട്. അങ്ങനെ ഒരു പുതിയ അവബോധം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഈ അവബോധത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ദളിത് കോൺഷ്യസ്നെസ് എന്ന്. It refers to the notion of being Dalit and politically aware of the historical violence inflicted upon the community. ചരിത്രപരമായി ഈ സമൂഹത്തിന് മുകളിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട എല്ലാ പീഡനങ്ങളെക്കുറിച്ചും എല്ലാ വേർതിരിവുകളെക്കുറിച്ചും വിവേചനത്തെക്കുറിച്ചുള്ള അവബോധത്തെയാണ് ദളിത് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. It also means the consciousness of understanding Dalit as a collective identity of different communities of lower caste who have faced discrimination, violence. ഇത് മറ്റൊരു അർത്ഥം കൂടി ഉണ്ട് ദളിത് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നേരിട്ട പീഡനങ്ങൾ മാത്രമല്ല, നേരിട്ടുകൊണ്ടിരിക്കുന്ന പീഡനങ്ങൾ മാത്രമല്ല, തങ്ങളെപ്പോലെ പീഡനം അനുഭവിക്കുന്ന ഒരു കാസ്റ്റ് മാത്രമല്ല, ഒരുപാട് കാസ്റ്റുകളുണ്ട്. അവരുടെയൊക്കെ ഒരു കൂട്ടായ്മ കൂടിയാണ് ദളിത് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ദളിത് കോൺഷ്യസ്നെസ് ബ്രിങ്സ് പ്രൈഡ് ഓൺ വൺസ് ഓൺ ഐഡൻറ്റിറ്റി. സ്വന്തം സ്വത്വത്തിൽ അഭിമാനം തോന്നുന്ന ഒരു വസ്തുതയാണ് ഈ കോൺഷ്യസ്നെസ്. Culture and community
ushers in self-respect by making the person politically conscious of the discrimination and historic violence and gives vision. ഒരു കാഴ്ചപ്പാട് നൽകുന്നു, വിഷൻ നൽകുന്നു, ചരിത്രപരമായി തൻ്റെ കാസ്റ്റിന് മുകളിൽ തനിക്ക് മുകളിലുണ്ടായ പീഡനങ്ങളെക്കുറിച്ച് ബോധം നൽകുന്നു. ഈ ദളിത് ബോധത്തിൽ നിന്നുകൊണ്ട് സ്വന്തം വ്യക്തിത്വത്തിൽ, സ്വന്തം സ്വത്വത്തിൽ, സ്വന്തം കമ്മ്യൂണിറ്റിയെക്കുറിച്ച് അഭിമാനം തോന്നാൻ അവനെ പ്രേരിപ്പിക്കുന്നു. ഇതാണ് ദളിത് കോൺഷ്യസ്നസ്. Dalits and their identities were subjected to hateful and abusive interpretations and writings for generations by dominant castes. പ്രമുഖ മുഖ്യധാര കാസ്റ്റുകൾ, മുഖ്യധാര സമുദായങ്ങൾ, ജാതികൾ, പ്രത്യേകിച്ച് മുഖ്യധാര ജാതിയിൽപ്പെടുന്ന നിരവധി പേർ, അല്ലെങ്കിൽ മുഖ്യധാര ജാതിയിലെ ചില വ്യക്തികളെങ്കിലും ഇത്തരം ദളിത് വിഭാഗങ്ങളിൽപ്പെടുന്നവരെ നീചരായും മോശക്കാരായും വളരെ അബ്യൂസീവായിട്ട് മോശപ്പെട്ട രീതിയിൽ വർഷങ്ങളായി നിരവധി തലമുറകളായി ചിത്രീകരിച്ചു വരുന്നു. With the beginning of identity assertions, the Dalit community produced literary works to articulate their rage and express their emotions, body and sexuality. ഈ ദളിത് ശരീരം, ദളിത് ലൈംഗികത, ദളിത് ജീവിതങ്ങളെ, ദളിത് രോഷത്തെ ചിത്രീകരിക്കുന്നതിന് വേണ്ടി ദളിത് എഴുത്തുകാർ മുന്നോട്ട് വരുന്നു. Regional literature saw an upsurge of works on themes related to violence and suffering faced by Dalits. പ്രത്യേകിച്ച് റീജിയണൽ സാഹിത്യത്തിൽ, പ്രാദേശിക സാഹിത്യങ്ങൾ, ഇത്തരം സാഹിത്യകൃതികൾ ഇപ്പോൾ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. ദളിത് ബോധത്തെക്കുറിച്ച് പറയുന്ന കൃതികൾ. Unfortunately, English translations of many of these books are yet to come. ഇംഗ്ലീഷ് തർജ്ജമ ഇത്തരം കൃതികളുടെ നിലവിൽ അധികം ഒന്നും കിട്ടാനില്ല. B.R. Ambedkar started writing prolifically in the first half of the 20th century. Ambedkar remains an inspiration in the emancipatory Dalit politics and struggles, as well as the cultural, literary and social imaginaries. അംബേദ്കർ ശക്തിയായിട്ട് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നു. ഇംഗ്ലീഷ്, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് രചനകളിൽ അംബേദ്കറിൻ്റെ രചനകൾ മുൻപന്തിയിൽ നിൽക്കുന്നു. അംബേദ്കർ ഒരുപാട് പ്രത്യേകമായിട്ട് ഫസ്റ്റ് ഹാഫ് ഓഫ് 20th സെഞ്ച്വറി, 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ഒരുപാട് ഈ മേഖല എഴുതിയ ഒരു വ്യക്തിയാണ്. അംബേദ്കർ റൈറ്റിംഗ് ഇൻ Dr. Baba Saheb Ambedkar writings and speeches, Volume 1, are seen as the manifesto of the caste struggles and self-assertions across the lower caste in India. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ, പ്രധാനപ്പെട്ട എല്ലാ രചനകളും ഇതിൽ കളക്റ്റഡ് ആണ്, വോളിയം 1-ലുണ്ട്. കരുക്കു ആൻഡ് Manoranjan, Vyaparis, Itti Britti Chandal, Gibbon are autobiographical novels. Judhan by Om Prakash Valmiki, അതുപോലെ തന്നെ ജീന അമുച്ച ബൈ ബേബി കാംബ്ലെ, A Word with the You World, an autobiography of a poet by Siddhalingayya, Strike a Blow to Change the World by Eknath Awad, and Baluta by Daya Pawar are autobiographies. Namedo Dhasal's poems translated into English are all examples of Dalit writings. ഇതൊക്കെ ദളിത് റൈറ്റിംഗ്സിന് എക്സാമ്പിളാണ്. ആൻഡ് ദ മെജോറിറ്റി ഓഫ് ദം ആർ ട്രാൻസ്ലേഷൻസ് ഫ്രം റീജിയണൽ ലാംഗ്വേജസ്. ഇവയൊക്കെ തന്നെ തർജ്ജമകളാണ്. അതായത് ഈ ദളിത് റൈറ്റിംഗ്സ് ഒക്കെ അധികം ഉണ്ടാകുന്ന പ്രാദേശിക ഭാഷകളിലാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ വളരെ കുറവാണ്, തർജ്ജമകൾ പോലും കുറവാണെന്നാണ് പറയുന്നത്. തർജ്ജമണിന് വരുന്നത്ര. When I Hid My Caste by Baburao Begul is another such work that talks about caste violence. Chandramohan S.'s Love After Babel and Other Poems is a collection of poems. Poised Bread, translations from modern Marathi Dalit literature, is an anthology of Dalit writings. അങ്ങനെ നിരവധി സമാഹാരങ്ങളുണ്ട്. Also, there are many academic and non-fictional writings on Dalit issues and concerns. നിരവധി നോൺ-ഫിക്ഷൻ പഠനങ്ങളുമുണ്ട് ഈ മേഖലയിൽ. ഉർമിള പവാർ and Meenakshi Moons. We also made history. Women in the Ambedkarite movement presents the participation of women in the Dalit movements. സ്ത്രീകളുടെ പങ്കാളിത്തത്തെക്കുറിച്ച് പറയുന്ന ഒരു രചനയാണിത്. ദളിത് പ്രസ്ഥാനങ്ങളിൽ എങ്ങനെ സ്ത്രീകൾ പങ്കെടുത്തു. ദളിത് പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ബൈ ആനന്ദ്. അതുപോലെ തന്നെ ദളിത്സ് ആൻഡ് ദ മേക്കിംഗ് ഓഫ് മോഡേൺ ഇന്ത്യ ബൈ ചിന്നയ്യ ജഗം. Dalit Panthers, an authoritative history by J.V. Pawar, and Atrophy in Dalit Politics by Gopal Guru are some of the non-fictional works on Dalit issues. ഇവയൊക്കെ non-fiction academic
പഠനങ്ങളാണ് ദളിത് വിഷയങ്ങളിൽ. ഇപ്പോൾ ദളിത് കൃതികളുടെ പേരുകൾ കൃത്യമായി നോട്ട് ചെയ്യുക. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത എല്ലാ കൃതികളുടെ പേരും ഒരു പേപ്പറിൽ എഴുതി സൈഡിൽ സൂക്ഷിക്കേണ്ടത് വളരെ ആവശ്യമാണ്. പരീക്ഷയുടെ തലേന്നെങ്കിലും ഒന്ന് എടുത്ത് മറിച്ച് നോക്കിയാൽ ഓർമ്മ വരും. പ്രത്യേകിച്ച് ടൈറ്റിൽ കൊടുക്കുക ദളിത് റൈറ്റിങ്സ്, എന്നിട്ട് ലിസ്റ്റ് എഴുതി വെക്കുക, എഴുത്തുകാരുടെ പേര്, രചനയുടെ പേര് എന്നിവ. അപ്പോൾ ഇതുപോലെ ഓരോന്നും ചെയ്യണം, പോസ്റ്റ് കൊളോണിയൽ, അതുപോലെ തന്നെ ഫെമിനിസ്റ്റ്, അങ്ങനെ. അപ്പം നെക്സ്റ്റ് ഈ വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാം. എന്ന് നെക്സ്റ്റ് വീഡിയോ അടുത്ത ടോപ്പിക്കുമായിട്ട് വരാം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്നും കൂടി റിപ്പീറ്റ് കണ്ട് പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കാൻ മറക്കരുത്. ഈ ലെക്ചർ നോട്ട്സ് ആണ് പരീക്ഷയുടെ തലേന്ന് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരിക, ഹെൽപ്ഫുൾ ആകുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.